വായിൽ വെള്ളമൂറുന്ന ഒരു എഗ്ഗ് 65 ഉണ്ടാക്കി നോക്കിയാലോ. സ്റ്റാർട്ടറായും സ്നാക്സായും ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. പ്ലേറ്റ് കാലിയാകുന്ന വഴിയും അറിയില്ല. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണേ. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മഞ്ഞക്കരി ഒന്ന് നീക്കം ചെയ്യാം. എഗ്ഗ് വൈറ്റാണ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിതെല്ലാം ഇനി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. തീരെ പൊടിയാകണമെന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഒനിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടത്തരം ഒനിയനാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയേ. ചെറിയ അല്ലി ആയതുകൊണ്ടൊരു 12 അല്ലി വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും നന്നായി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും 1/2 സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്തത്. കുറച്ച് ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ബൈൻഡിങ്ങിന് ആവശ്യമുള്ള മാവ് ചേർക്കാം. 1 കപ്പ് കടലമാവ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലകളെല്ലാം എല്ലാ സൈഡിനും എത്താൻ പാകത്തിനൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പൊടിയുടെ കുറവും കൂടെ ഉണ്ട്. അത് കാരണം 2 ടേബിൾ സ്പൂൺ മാവ് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിനി കുഴച്ച് കൊടുക്കാം. ആദ്യമേ ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുതേ. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇവിടെ പാകത്തിന് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ 2 സ്പൂൺ മാവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണം. ഒത്തിരി ലൂസായും പോകരുത്, ഒത്തിരി കട്ടിയായിട്ടും ഇരിക്കരുത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ബോളുകളാക്കിയാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്കോ മീഡിയത്തിലേക്കോ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പുറം കരിഞ്ഞും അകം വേവാതെയും ഇരിക്കുമേ. ഒരു വശം അത്യാവശ്യം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് അടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. കൂടുതൽ അങ്ങ് മൂത്ത് കഴിയുമ്പോൾ കടലമാവിൻ്റെ രുചി മാറിപ്പോവും. പുറം ക്രിസ്പിയും അകം സോഫ്റ്റുമായിട്ടാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 12 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെളുത്തുള്ളി അല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്ന സമയത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്.
ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിന് പകരം റെഡ് ചില്ലി സോസ് ചേർത്താലും മതിയേ. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമുക്കിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ബോൾസുകൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ എല്ലായിടത്തും എത്തണം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. എഗ്ഗ് 65 ഇവിടെ റെഡിയായി കഴിഞ്ഞ്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റും ചെയ്യണമേ. വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.